തുടങ്ങിയാലോ? ആണോ? മീറ്റിംഗ് വെന്റ് ഓൺ ലിറ്റിൽ. മീറ്റിംഗ് കുറച്ച് നീണ്ടുപോയി. ഫുഡ് കൊടുക്കുന്നുണ്ട് പത്രക്കാർ. റെഡി? ഇന്ന് ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നമ്മൾ സദേൺ ഇന്ത്യയിലെ DGP-മാരുടെ യോഗമാണ് വിളിച്ചു കൂട്ടിയത്. തമിഴ്നാട് DGP, പോണ്ടിച്ചേരി DGP, കർണാടക ADGP, തെലങ്കാന, ആന്ധ്രാപ്രദേശിൽ നിന്ന് അവരുടെ നർക്കോട്ടിക് ബ്യൂറോ കൈകാര്യം ചെയ്യുന്ന IG-മാർ എന്നിവരാണ്. അതോടൊപ്പം തന്നെ സെൻട്രൽ ഏജൻസീസ്, കസ്റ്റംസ്, RPF, റവന്യൂ ഇന്റലിജൻസ്, നാഷണൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ദെൻ IB എന്നീ ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ പങ്കെടുത്തു. കേരള DGP രവട ചന്ദ്രശേഖർ, അതോടൊപ്പം തന്നെ അഡ്വൈസർ C ഹേമചന്ദ്രൻ, മറ്റ് ADGP-മാർ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. നമ്മൾ ഈ യോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഓപ്പറേഷൻ തുഫാന്റെ നർക്കോ ഹണ്ട് പൂർണ്ണമായി വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ സഹായം, ഇന്റലിജൻസിന്റെ സഹായം നമുക്കിതിന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ DGP-മാരുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും മീറ്റിംഗ് വളരെ ഫലപ്രദമായ മീറ്റിംഗ് ആയിരുന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ചിട്ട് ഇപ്പോഴാണ് ഈ മീറ്റിംഗ് കഴിഞ്ഞത്. പ്രധാനമായി ഇതിലെടുത്ത തീരുമാനം അവരെല്ലാവരും ഒരു കാര്യം സംബന്ധിച്ചു, ഓപ്പറേഷൻ തുഫാൻ അവരുടെ സംസ്ഥാനങ്ങളിലും വൻതോതിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ആ കാര്യത്തിൽ അവർ കേരള ഗവൺമെന്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. എല്ലാവരും സംസാരിച്ച എല്ലാ DGP-മാരും ADGP-മാരും കേരള ഗവൺമെന്റിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവിയെ കരുതി, യുവത്വം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി, യുവാക്കളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെടുത്ത ഈ പ്രവർത്തനത്തെ എല്ലാവരും പ്രശംസിക്കുകയുണ്ടായി. അപ്പൊ ഇതൊരു സ്ഥിരം സംവിധാനമായ ഒരു കോർഡിനേറ്റേഴ്സിന് ഒരു SP ലെവൽ, SP-യുടെ മുകളിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അവര് ഓരോ സംസ്ഥാനങ്ങളിലെയും നോഡൽ ഓഫീസറായിട്ട് നിയമിക്കും. പീരിയോഡിക്കലായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളും അവർ ഈ കോർഡിനേറ്റേഴ്സ് പരസ്പരം ചർച്ച ചെയ്യും. ഈ യോഗം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ചു കൂട്ടും. അങ്ങനെ ഒരു ക്ലോസ് കോർഡിനേഷനിൽ ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലെ പോലീസ് സംയുക്തമായി, പോലീസും അത് സെൻട്രൽ ഏജൻസീസും ഈ നർക്കോട്ടിക് എന്ന ഈ ഡർട്ടി ബിസിനസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും അവർ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മളിനി അതേ മോഡലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മളിവിടെ ആലോചിച്ച് കുറേ നല്ല കാര്യങ്ങൾ അതാത് സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോസ് കോർഡിനേഷനിലൂടെ കേരളം ഈ ഓപ്പറേഷൻ തുഫാനെ വിജയിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് എല്ലാ സഹായവും ഈ 5 സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികൾ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കർണാടക ഹോം മിനിസ്റ്റർ ശ്രീ പ്രിയങ്ക് ഖാർഗെ 15-ാം തീയതി ഇവിടെ വരാമെന്ന് ഇന്നിപ്പോൾ അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അന്ന് 15-ാം തീയതി ഉണ്ടാവും. അന്ന് കർണാടകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി അന്ന് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര തുടങ്ങിയിട്ടുള്ള തെലങ്കാന എന്നീ മുഖ്യമന്ത്രിമാരുമായിട്ട് ഈ ദിവസങ്ങളിൽ അവരെ നേരിട്ട് കണ്ട് അവരുടെ സഹായം അഭ്യർത്ഥിക്കുന്നതാണ്. അങ്ങനെ വളരെ ഫലപ്രദമായ യോഗമായിരുന്നു ഇന്നത്തേത്. ഇനിയും ഇതിപ്പോൾ ഓപ്പറേഷൻ തുഫാൻ
ജനങ്ങളുടെ പിന്തുണയോടെ സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിന് എല്ലാ തലങ്ങളിലുമുള്ള കൂടുതൽ NDPS കോടതികൾ ഇതൊക്കെ നേരത്തെ തന്നെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എറണാകുളം, തിരുവനന്തപുരത്ത് ഓരോ NDPS കോടതികൾ സ്ഥാപിക്കാൻ. അത് ഞാൻ ചീഫ് സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. ക്യാബിനറ്റ് തീരുമാനമുള്ളതാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകും. അത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ 10 കോടതികൾ കൂടി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ സ്ഥലവും മറ്റു കാര്യങ്ങളും ഉടനടി തീരുമാനിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഇതിന് ഡ്രഗ് ഫ്രീ കൺട്രി എന്ന നിലയിൽ ഇന്ത്യയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള DGPമാരുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള നടപടികളുമായിട്ടും നമ്മൾ മുന്നോട്ട് പോകാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര ഏജൻസികളും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവികളും ചേർന്നുള്ള ഒരു വലിയ ഓപ്പറേഷനായിരിക്കും ഇനി അടുത്ത ഘട്ടമായി നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. വലിയ തോതിലുള്ള നമ്മുടെ സംസ്ഥാനത്തേക്ക് മയക്കുമരുന്ന് കടന്നു വരുന്നതിനുള്ള സാഹചര്യങ്ങളെ പരിപൂർണമായി ഇല്ലാതാക്കുക, അതിനുള്ള എല്ലാ ലൂപ്പ് ഹോൾസും അടയ്ക്കുക, നമ്മുടെ അതിർത്തികൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുക. ഇപ്പോൾ ബസ്സിൽ, ട്രെയിനിൽ, വിമാനത്തിൽ, ബോട്ടുകളിൽ ഒക്കെ വരുന്ന എല്ലാ സാധ്യതകളെയും അടച്ചുകൊണ്ട് കേരളം പരിപൂർണമായും ഒരു ഡ്രഗ് ഫ്രീ സ്റ്റേറ്റാക്കി മാറ്റാനുള്ള നടപടിയുമായിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ അടുത്ത ഘട്ടം മുന്നോട്ട് പോകും. അത് പറയാം. ഓൺലൈൻ മാത്രമല്ല, നമ്മുടെ കൊറിയർ ഓൺലൈനിലും കൊറിയറിലും അത് ഇന്ന് വളരെ വിശദമായി ചർച്ച ചെയ്തു. പലതും അൺഐഡന്റിഫൈഡ് ആയിട്ട് കളയും, പിന്നെ ആരെങ്കിലും തപ്പിക്കൊണ്ട് പോയി, ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ട്രെയിനുകളിൽ ഡ്രോപ്പ് ഇൻ, ഇപ്പം തിരുവനന്തപുരം സ്റ്റേഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യും സാധനങ്ങൾ. അപ്പം അങ്ങനെയുള്ള പുതിയ സ്ട്രാറ്റജികൾ ഞങ്ങളിന്ന് പറയും. എല്ലാം ഞാൻ പറയേണ്ടത് കരുതിയാണ്. ഓരോ സ്ട്രാറ്റജികൾ ഇപ്പോൾ ഇവർ അഡോപ്റ്റ് ചെയ്യുന്ന പുതിയ സ്ട്രാറ്റജികൾ, ഒന്ന് കൊറിയറിലൂടെ, പിന്നെ ഓൺലൈനിലൂടെ, അതോടൊപ്പം തന്നെ പിന്നെ സ്വിഗ്ഗി പോലെയുള്ള ഫുഡ് ചെയിനുകളിലൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഷോപ്പുകാർ, കഴിഞ്ഞ ദിവസം ഞാൻ മെഡിക്കൽ ഷോപ്പുകാരുടെ കാര്യം പറഞ്ഞു. മെഡിക്കൽ ഷോപ്പിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്ന് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ഡ്രഗ് ഇവിടെ കുറവായതുകൊണ്ട് ഇത്തരം ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്ന് വരെ ആളുകൾ വാങ്ങിച്ചുകൊണ്ട് പോകണം മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അപ്പം അങ്ങനെ അത് ചെയ്യുന്നത് കുറ്റകരമായ കാര്യമാണ്. അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പുകാർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. എല്ലാവരും അല്ല, ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ജാഗ്രത കാണിക്കണം. ഹെൽത്ത് മിനിസ്റ്ററുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഒരു ജോയിന്റ് ഓപ്പറേഷൻ ഇതിനു വേണ്ടി വരും. കാരണം ഇത് വളരെ വ്യാപകമായി കാണുന്ന ഒരു രീതിയാണ്. അതുപോലെ പുതിയ മെത്തേഡ് ഇപ്പം അവർ നമ്മൾ ഈ ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തിയതോടുകൂടി ഈ ഡ്രഗ് പെഡലേഴ്സ് ഇപ്പോൾ ഒരു പുതിയ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ആ മാർഗങ്ങൾ എന്താണെന്ന് കണ്ട് നമ്മളും അതിനനുസരിച്ചുള്ള രീതികൾ അഡോപ്റ്റ് ചെയ്യാനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത് സെൻട്രൽ IB, നമുക്കതിന് കസ്റ്റംസ്, IB, എക്കണോമിക് ഒഫൻസസ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരെല്ലാം അവരുടെ പൂർണ്ണമായ സഹകരണം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ DRI ഉൾപ്പെടെയുള്ള എല്ലാവരും, റവന്യൂ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള എല്ലാ സെൻട്രൽ ഏജൻസീസും നമുക്ക് സഹായം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഏതായാലും പുതിയ അപ്രോച്ച്, പുതിയ രീതിയിൽ നമ്മുടെ ഓപ്പറേഷൻസ് ഇനി മുന്നോട്ട് പോകും. അതിന് തെക്കേന്ത്യ സംസ്ഥാനങ്ങളിലെ എല്ലാ പോലീസ് മേധാവികളും അവരുടെ സഹകരണം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഉണ്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത് കുറഞ്ഞത്. ഇന്ന് തന്നെ ഇപ്പോൾ DRIയും അതോടൊപ്പം ഇൻ്റലിജൻസും ഒക്കെ പറഞ്ഞത് കേരളത്തിൽ ഡ്രഗിൻ്റെ വരവ് വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കതിന് പ്രധാനപ്പെട്ട ആളുകളെ അതിൻ്റെ സോഴ്സൊക്കെ കണ്ടെത്തി അതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ ചില പരിമിതികളുണ്ട്, അതുകൊണ്ട് പറയാത്തതാണ്. ഇല്ല, അദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. നോർത്തേൺ റേഞ്ചിൻ്റെ ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഫലപ്രദമായി ഓരോ കാര്യത്തിലും അദ്ദേഹം ഇടപെടൽ നടത്തുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തെ തന്നെ ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അത് ഞങ്ങളുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്. അത് നല്ല ജോലിയാണ് ചെയ്യുന്നത്.
അല്ല, മറ്റേത് പറയാമല്ലോ, ഓഗസ്റ്റ് 15 മാറ്റങ്ങളൊക്കെ പറയാമല്ലോ അല്ലേ? പിന്നെ പറയാം. ഇല്ല, അതുണ്ടാവില്ല. കാരണം ഇതിനിപ്പോ പ്രത്യേകിച്ച് 20 പോലീസ് ജില്ലകളിലും ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു, എല്ലാ സബ് ഡിവിഷനുകളിലും പ്രത്യേക സംവിധാനം ഉണ്ടാക്കുകയാണ്. ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഉണ്ടാക്കിയിട്ട് ഇപ്പൊ തന്നെ ഓൾറെഡി പണ്ട് തൊട്ടേ ഉള്ളതാണ്. DYSP നാർക്കോട്ടിക് സെൽ, അദ്ദേഹത്തോടൊപ്പം CIമാരൊക്കെ ഉള്ളതാണ് നേരത്തെ മുതൽ. അത് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളായിരുന്നു. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ തുഫാൻ വന്ന ശേഷം 20 പോലീസ് ജില്ലകളിലും DYSPയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് വളരെ സജീവമാണ്. താഴോട്ടുള്ള സബ് ഡിവിഷനുകൾ സജീവമാണ്. അവർക്കിനി നമ്മൾ പുതിയ വാഹനങ്ങൾ കൊടുക്കുന്നു, പുതിയ മെൻ കൊടുക്കുന്നു, പുതിയ സംവിധാനങ്ങൾ കൊടുക്കാൻ പോകുന്നു. അങ്ങനെ അവയ്ക്ക് പ്രത്യേക വിങ്ങായ ടാസ്ക് ഫോഴ്സായിട്ട് തന്നെ പോലീസിൽ പ്രവർത്തിക്കും. അപ്പം മറ്റുള്ളവർക്ക് അവരുടെ ജോലി ചെയ്യാം. ഇപ്പം നമ്മൾ എൻറ്റയർലി പോലീസ് സേന കഴിഞ്ഞ 1 മാസമായിട്ട് ഓപ്പറേഷൻ തുഫാൻ വിജയിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കുകയാണ്. പക്ഷെ ഇനി എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് മറ്റു ജോലികളുണ്ട്. അപ്പം അതുകൊണ്ട് പോലീസ് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കുകയാണ്. ആ ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഇതൊരു പെർമനന്റ് അഫയർ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, ഇപ്പൊ സ്പെഷ്യൽ അതെ അങ്ങനെ വരും അവസാനം. ഇപ്പോൾ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അത് അതിന്റെ സിസ്റ്റം ഞങ്ങൾ 1 ദിവസങ്ങളിൽ അത് പൂർണ്ണമാക്കി അത് പ്രഖ്യാപിക്കും. അത് അതിൻ്റെ എടുത്തോണ്ടിരിക്കുകയാണ്. SCRB അതിന്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല. ഇപ്പം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സേനയാണ്, സ്റ്റുഡൻസിൻ്റെ സേനയാണ്. അപ്പോൾ അതിന് ഭയങ്കര ഡിമാൻഡായി വന്നിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും അത് വേണം. അത് നല്ലതാണ്, കാരണം കുട്ടികളെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അത് ഇപ്പം ഗവൺമെൻറ് സ്കൂളുകളിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറേ എയ്ഡഡ് സ്കൂളുകളിൽ പിന്നെ വന്നു. ഇപ്പം അതുകൂടാതെ അൺഎയ്ഡഡ് സ്കൂളുകളിലേക്ക് വേണമെന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിന് ഇതെല്ലാം കൊടുക്കാൻ പണമില്ല. സെൽഫ് ഫൈനാൻസിങ് സ്കൂളുകളാണ്. അവർ സെൽഫ് ഫൈനാൻസ് ചെയ്യുകയാണെങ്കിൽ കൊടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ഗവൺമെൻറ് ഇപ്പോൾ എല്ലാ സെൽഫ് ഫൈനാൻസിങ് സ്കൂളുകളിലും നമുക്ക് നടത്താൻ കഴിയില്ല. ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പരമാവധി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി അല്ലാതെ അൺഎയ്ഡഡ് വേണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ പേര് തന്നെ അൺഎയ്ഡഡ് ആണ്. അതുകൊണ്ട് നമ്മുടെ എയ്ഡ് ഇല്ലാതെ അവർക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ദേ ഹാവ് ടു മീറ്റ് ദ എക്സ്പെൻസസ്. അത് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 5 വരത്തില്ല, 4ഓളം അങ്ങോട്ട്. അതെന്തറിയോ, യൂണിഫോം, ഫുഡ്, ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ല, വളരെ ചുരുക്കമേ ഉള്ളൂ. ഇല്ല, വളരെ ചുരുക്കമല്ല, വളരെ ഫ്യൂ. അല്ല, അതല്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഇതിന്റെ ഫണ്ട് കുറവാണ് നമ്മുടെ ഗവൺമെന്റിൽ. അപ്പോൾ ഇത് സ്കൂളുകൾ, എല്ലാ സ്കൂളും ആവശ്യപ്പെടുകയാണ്. ഫണ്ട്സിന്റെ അപര്യാപ്തതയുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് അവർ സെൽഫ് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി അവർ മുന്നോട്ട് വരികയാണ്. നമ്മളാരും നിർബന്ധിക്കുന്നില്ല. നോ കമ്പൽഷൻ. ആർക്കെങ്കിലും വേണം, കാരണം ഗവൺമെന്റ് കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം തന്നെ ധാരാളം സ്കൂളുകൾ വന്നു കഴിഞ്ഞു. അപ്പം പോലീസും മെന്നും കുറവാണ്. അപ്പം റിട്ടയർ ചെയ്ത് പോയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരിൽ കൊള്ളാവുന്നവരെ SP പരിശോധിച്ച് അവരെ അതിന് ചുമതലപ്പെടുത്തും. അതേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ നിർബന്ധിക്കുന്നില്ല പൈസ കൊടുക്കണമെന്ന്. ഇതുവരെ ഗവൺമെന്റ് ലഭിച്ചിട്ടില്ല. ഗവൺമെന്റ് ലഭിച്ചാൽ ഗവൺമെന്റിനെ പറ്റി പരിശോധിക്കും. എന്തോ അല്ല, ഇതുവരെ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ മുമ്പിൽ എത്തിയിട്ടില്ല. എത്തിയാൽ ഞാൻ പരിശോധിക്കും. അങ്ങനെയൊന്നുമില്ല. ഒന്നാമത് അന്വേഷണം പൂർത്തിയായിട്ടില്ല. അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായി പൂർത്തീകരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു റിപ്പോർട്ട് DGP കിട്ടിയിട്ടുണ്ട്, അദ്ദേഹം അത് പരിശോധിച്ച് ഗവൺമെൻറ് കൊടുക്കും. ഗവൺമെൻറ് ACS ഹോം അത് പരിശോധിച്ചിട്ടായിരിക്കും ഗവൺമെൻറ് മിനിസ്റ്റർ എന്നുള്ളതിൽ എൻ്റെ എത്തുന്നത്. അതിൻ്റെതായ ഒരു സമയം ഉണ്ടാവും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.
ഇല്ല, കത്ത് എനിക്ക് ലഭിച്ചിട്ടില്ല. കത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി പറയാം. ശബരിമല പോലീസിന്റെ കാര്യങ്ങൾ ഭാഗത്ത് നിന്ന് ശബരിമല തീർത്ഥാടനം സുഗമമായി നടത്താൻ വേണ്ടി ADGP വിജയനെ, ക്രമസമാധാന ചുമതലയുള്ള ADGP വിജയനെ അക്കാര്യത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ചീഫ് പോലീസ് കോർഡിനേറ്ററായിട്ട് ശബരിമലയിലെ കാര്യങ്ങൾ DGP ഇന്ന് അതിന്റെ ഉത്തരവിറക്കും. അല്ല, എന്നെ അങ്ങനെ ഞാൻ പറയാതെ, ഈ പറഞ്ഞ വ്യക്തി സിനിമാ നടിയാണ്. അവരെന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പരാതി കൊടുത്തിട്ട് FIR എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കമ്മീഷനെ വിളിച്ച് ചോദിച്ചപ്പോൾ കമ്മീഷൻ എന്നോട് പറഞ്ഞു FIR എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസ് FIR എടുത്തു കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. ഞാൻ ഹോം മിനിസ്റ്റർ ഒരു അന്വേഷണത്തിൽ ഇടപെടാൻ പാടില്ല. അതാണ് നമ്മളുടെ രീതി. അതാണ് ഞാൻ ഇടപെടുന്നതാണ് തെറ്റ്. പിന്നെ പോലീസ് FIR എടുത്താൽ ഇറ്റ് ഈസ് ദെയർ ഡ്യൂട്ടി. അവർ അന്വേഷിച്ച് പിന്നെ നടപടി എടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അത് എന്നോട് അവരുടെ പരാതി അവരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ കമ്മീഷനെ ഞാൻ കൊച്ചി കമ്മീഷനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, സാർ FIR ഇട്ടിട്ടുണ്ടെന്ന്. ഞാൻ അവരെ തിരിച്ച് വിളിച്ചപ്പോൾ കിട്ടിയില്ല ഇത് പറയാൻ വേണ്ടി. FIR ഇട്ട് മറ്റ് അന്വേഷണം പോലീസിന്റെ ചുമതലയാണ്. ഞാൻ അതിൽ ഒരിക്കലും പിന്നീടുള്ള ഘട്ടത്തിൽ ഇടപെടാൻ പാടില്ലാത്ത. Today all the southern states DGP met here in police headquarters. This is to strengthen the Operation Tufan, the narco hunt, which is successfully implementing in the state of Kerala. And I proudly say that all the DGPs and other important officials participated in this meeting. They congratulated the Kerala government for implementing such a massive program with the help of the people. And in future, we will be coordinating together to nab all the drug peddlers and to get rid of this menace from the state of Kerala and the southern states. Intelligence sharing will be there, coordinated effort will be there, and the police will work in tandem so that this kind of drug peddlers cannot do their work and damage the society and the youngsters. So we had made a strategy for that. We are aware that the international mafia is very particular in the southern states. Their presence is very particular. Their presence is there in the southern states, and they are changing their strategies day by day. So central intelligence is there, customs were there, and DRA was there. All these central agencies also present in this meeting. So this meeting was very fruitful. I feel that by the help of all central agencies and our neighboring state police chief, the Operation Tufan will be more effective and more enthusiastically we can work from today onwards with the help of the southern state police force. Southern states, will they be having any nodal officers? Yeah, we are going to have one nodal officer from every state. They will be meeting and they will be sharing the informations, and they will work in tandem so that there will be a united effort in the southern states to curtail the effect of this drug menace. And also, our aim is to eradicate drug from the southern states. ഞാൻ നോക്കിയിട്ട് പറയാം എല്ലാ ലോ. Yeah, actually, central government has because the central home minister called a meeting of the DGPs. They are also planning in a big way to eradicate drugs from India within 3 years. So central government is asking for constituting 10 more
NDPS codes in the state of Kerala. Already the cabinet, earlier government also decided to have two NDPS codes in Kerala, that is one in Trivandrum, one in Cochin. Now, after the Tufan operation, more NDPS cases are coming up. So immediately the two courts will be going to be started. One Cochin and Trivandrum. So that this speedy trial will be there with these cases. Now we are flooded with the cases. So we need more cases so that these cases can be disposed of as early as possible. So in other incidents, what medical students of your constituency? Yeah, it was very unfortunate. One medical student, she is from my constituency, and I was getting all information about that. They wanted one more postmortem. I talked to the collector and the SP. They are, according to their request, it has been sanctioned. One more postmortem had been done in Alleppey Medical College. It was a very tragic incident. We had to inquire about the details. I think that it happened in a foreign country. So Indian embassy there is there. Central government is aware of that. And Kerala police are also aware of that. We will inquire about the details. And ഒരു കാര്യം കൂടി, ഇന്നലെ പെരുമ്പാവൂരിൽ 3 കുട്ടികളെ മൊട്ടയടിച്ചു എന്നുള്ള സംഭവം കിട്ടി. അത്തരം സംഭവങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ജനങ്ങളല്ല നിയമം കയ്യിലെടുക്കേണ്ടത്. അങ്ങനെ ഒരു സംഭവം ആരെങ്കിലും മയക്കുമരുന്ന് വിൽക്കുന്നു എന്നറിഞ്ഞാൽ അവർ പോലീസിനെ അറിയിക്കണം. അല്ലാണ്ട് സ്വയം അവർ പോലീസായിട്ടോ അല്ലെങ്കിൽ കോടതിയായിട്ടോ പെരുമാറാൻ പാടില്ല. അത് ഓപ്പറേഷൻ തുഫാനെ ദുർബലപ്പെടുത്തുന്നതാണ്. അതിനൊരിക്കലും അനുവദിക്കുന്നതല്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെ ആരെങ്കിലും ഡ്രഗ് വിൽക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന വിവരം കിട്ടിയാൽ അതിനാണ് പോലീസ് സംവിധാനമുള്ളത്, അവരെ വിളിച്ചറിയിക്കണം. അല്ലാണ്ട് അവർ സ്വയം മുന്നോട്ട് വന്ന് ആളുകളെ ഉപദ്രവിക്കുകയോ തലമുട്ടയടിക്കുകയോ ഒക്കെ ചെയ്യുന്നതൊക്കെ പ്രാകൃത രീതിയാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. പോലീസിനെ അറിയിച്ചാൽ പോലീസ് അത് നിയമപരമായി തന്നെ എല്ലാ നടപടികളും സ്വീകരിക്കും. ദയവായി അത്തരം നടപടികളിലേക്ക് ആരും മുതിരരുത് എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുക.